ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. റോഡിലെ ഈ തിക്കും തിരക്കും വകവയ്ക്കാതെ നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. വൈവിധ്യമാർന്ന രുചിയുടെ കലവറയായ ഷാപ്പിലെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. തൃപ്പേക്കുളം എന്ന ഷാപ്പിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇത് സാധാരണ ഒരു ഷാപ്പല്ല കേട്ടോ. ഇത് ഫാമിലി ഫ്രണ്ട്ലി ആയ നല്ല രുചി കിട്ടുന്ന നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു കള്ള് ഷോപ്പാണിത്. തൃശ്ശൂർ ജില്ലയിലെ തുമ്പൂർ എന്നുള്ള സ്ഥലത്തിലാണ് ഈ ഷാപ്പുള്ളത്. ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, ഈ ഷാപ്പിലെ കള്ളിനെ പ്രൊമോട്ട് ചെയ്യാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അതെല്ലാം അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മുടെ ചോയ്സ് ഇവിടെ കിട്ടുന്ന രുചികരമായ ഫുഡ് കഴിക്കാനാണ്. ഇതിനു മുമ്പും കുമരകത്തുള്ള തറവാട് ഷാപ്പിലൊക്കെ നമ്മൾ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ആംബിയൻസ് ആകെ മാറി. ഒരുപാട് കാറുകൾ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഗ്രൂപ്പായോ ഫാമിലിയായോ വന്നിരിക്കുന്ന ആളുകളുടെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാം. കഷ്ടിച്ച് നമ്മളും ഒരു പാർക്കിംഗ് സ്പേസ് ഒപ്പിച്ചിട്ട് നമ്മൾ അകത്തേക്ക് മൂവ് ചെയ്യാണ്. സ്വാഗതം തൃപ്പേക്കുളം പാലസ് എന്നുള്ള ബോർഡിനകത്തേക്ക് കയറുമ്പോൾ നല്ല ആംബിയൻസിൽ സജ്ജീകരിച്ച ഒരു കള്ള് ഷോപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. AC കോർണർ കൂടി ഉണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് സിമിലർ ടു റെസ്റ്റോറൻ്റ് ആണ്. ഒരു നാടൻ റെസ്റ്റോറൻറ്റ് ടൈപ്പിലാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്യാബിൻസിലും ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റിയ കുറച്ച് വെളിച്ചവും ഉള്ളൊരു സ്ഥലം നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് സീറ്റ് ഉറപ്പിച്ചു. മുള കൊണ്ട് പാർട്ടീഷൻ ചെയ്ത ക്യാബിൻസും ഓല മേഞ്ഞ മേൽക്കൂരയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലൊരു സ്ഥലമാണ് നമ്മളിരുന്നത്. അതുകൊണ്ടൊരു പ്ലസൻറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് ക്യാബിൻസ് ഉണ്ട്. വഴിയെല്ലാം വളരെ വൃത്തിയായ ചെടികളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വാഷ് ഏരിയയും ടോയ്ലറ്റും എല്ലാം ഫാമിലി അട്രാക്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഭാഗമൊക്കെ ഒന്ന് ചുറ്റി കണ്ട ശേഷം നമ്മൾ വീണ്ടും പഴയ സീറ്റിൽ തന്നെ വന്നിരുന്നു. ഉള്ളതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരാൻ താമസിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തൽക്കാലം വെള്ളം കുടിച്ചിരിക്കാനേ നിവർത്തിയുള്ളൂ. നമ്മുടെ ടേബിള് കിച്ചൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള മണം നമ്മുടെ വിശപ്പിനെ മൾട്ടിപ്പിൾ ചെയ്യും. അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഓർഡർ വന്നിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ടതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഓർഡർ ചെയ്തു. ഇനി ഇത് കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതൊക്കെ കൊണ്ട് നിരത്തി വെച്ചപ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ വായിൽ കൊതിയൂറും. നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് ഒന്ന് പരിചയപ്പെടുത്താം. കൂന്തൽ മസാല, മട്ടൺ ലിവർ ഫ്രൈ, കാടമുട്ട റോസ്റ്റ്, താറാവ് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, കപ്പയും മീൻചാറും, നല്ല നൈസ് പത്തിരി, നല്ല ചൂട് നെയ്ച്ചോറ്, ഉഗ്രൻ വരാല് വറുത്തതും. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഡിഷസ്? ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ഓരോ ഡിഷസായിട്ട് നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഓരോ സ്പൂണിലെടുത്ത് ഞാൻ കഴിച്ചു നോക്കി. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഉഗ്രൻ ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല അതിൻ്റെ സ്വാദ്. തെങ്ങും ഇതുപോലൊരു ഫീല് എനിക്ക് കിട്ടിയിട്ടില്ല ഫുഡിൽ. പിന്നെ ഞണ്ട് റോസ്റ്റ്, അതൊരു ഫീല് തന്നെയായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. എനിക്ക് ഞണ്ട് അത്ര പെർഫെക്റ്റായിട്ട് കഴിക്കാറില്ല, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ കസിൻ ബിബിനും എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ടേസ്റ്റ് സിമിലറാണ്. കുറച്ച് ലിവർ ഫ്രൈ എടുത്തിട്ട് നെയ്ച്ചോറിലൊന്ന് കുഴച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചങ്ങ് കഴിക്കുമ്പോഴൊരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ ഫീല് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. ചുമ്മാ വാക്കാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്ര നല്ല ടേസ്റ്റ്. എങ്ങനെയാണ് ഇത്രയും നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അതിശയിച്ച് പോവും. അസാധ്യ ഫീല് തന്നെയാണ്. വരാല് ഫ്രൈ തന്നെയാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ. ഇത് വേറെ ഒന്നും ചേർത്താതെ ചുമ്മാ ഇങ്ങനെ നുള്ളി എടുത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ക്രിസ്പിയാണ്, നല്ല ഫ്രഷ് മീനാണ്. ആ ഫീല് നമുക്ക് കിട്ടും. വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ബില്ല് വന്നിട്ടുണ്ടാവുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതാണ്ട് 1500 രൂപയേ വന്നുള്ളൂ. വളരെ എക്കണോമിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മൽപ്പിടുത്തത്തിന് ശേഷം ഐസ്ക്രീം കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത്ര നല്ലൊരു ഫുഡ് സ്പോട്ടായിരിക്കും ഈ ഒരു കള്ള് ഷോപ്പൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ആംബിയൻസ്, എത്ര കഴിച്ചാലും മടുക്കാത്ത ടേസ്റ്റ്, ശരിക്കും പറഞ്ഞറിയിക്കേണ്ട ഒരു രുചി തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഫുഡിയായ ആളുകൾക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വള്ളിക്കുടൽ മേഞ്ഞ മേൽക്കൂരയൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ടൈം ഫാമിലിയും കൂട്ടി എനിക്ക് ഒന്നുകൂടി വരണം. അവർക്കൊക്കെ ഇത് വല്ലാതെ ഇഷ്ടപ്പെടും ഉറപ്പാണ്. കഴിച്ച് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാ വണ്ടികളും ഇവിടുന്ന് പോയി. അപ്പം നമ്മുടെ വണ്ടി മാത്രം തനിച്ചായി. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളും കുറച്ച് കൂടുതലായതുകൊണ്ട് അത്യാവശ്യം സമയമെടുത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഞാനും കസിനും അത്യാവശ്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഐസ്ക്രീം ഇല്ലാതെ വേറെന്താ ആഘോഷമല്ലേ.
അത്യാവശ്യം സ്പൈസിയായ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ഇതുപോലെ ഐസ്ക്രീമോ തണുത്ത സാധനങ്ങളൊക്കെ നല്ലതാണ്. നല്ല ഭക്ഷണം വിളമ്പുക എന്നുള്ളത് ഒരു ബിസിനസ് മാത്രമല്ല, അതൊരു കൈപുണ്യമാണ്. ഇതും നല്ല ആംബിയൻസിൽ സെർവ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു ടാലൻറ്റ് തന്നെയാണ്. ഇത് അംഗീകരിച്ചേ മതിയാവൂ. കോസ്റ്റ് എഫക്റ്റീവും കൂടി ആകുമ്പോൾ നമുക്ക് വേറെ എന്താ വേണ്ടതല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.